ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതുപോലെ എനിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, യെസ്, ഐക്യയുടെ വീഡിയോ ആണ്. ഐക്യയിൽ പോയ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, പോയപ്പോൾ ഞാൻ കുറേ പുതിയ സാധനങ്ങൾ കണ്ടു. എസ്പെഷ്യലി ഇപ്പം 2025 ആയതുകൊണ്ട് അവർ കുറേ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പം 2025 ഐക്യയിൽ എന്തൊക്കെയാണ് പുതിയ സാധനങ്ങൾ, പുതിയ കുറേ ഹോം ഡെക്കോർ ഐറ്റംസും അതുപോലെ കിച്ചണിലേക്കുള്ള സാധനങ്ങളും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ ഐക്യയിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാത്രങ്ങൾ, ഇങ്ങനെയുള്ള സെക്ഷൻസൊക്കെ, ഡ്രസ്സസ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് എല്ലാം നോക്കി കണ്ടൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യാനും ഒന്നും വരാനും പാടില്ല. അപ്പം ഞാനെങ്കിൽ എപ്പോഴും ഐക്യയിൽ വരുമ്പോഴത്തേക്ക് ആദ്യമേ ഇവിടെ ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഇത് ഫ്രീ ആണ്. ഐക്യ ഫാമിലി മെമ്പേഴ്സ് ഉള്ള എല്ലാവർക്കും ഇത് ഫ്രീ ആണ്. 1 hour ഫ്രീ ആണ്. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യും. ഒരു 1 hour കഴിയുമ്പോഴായിരിക്കും ഞാൻ വന്ന് തിരിച്ച് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇവിടെ നോക്കിക്കോളും. കുറേ കുട്ടികളൊക്കെ കാണും, പിന്നെ ഇവർക്ക് കുറേ ആക്ടിവിറ്റീസ് കാണും, കുറേ കളിക്കാൻ കുറേ സ്ഥലങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ ആയിട്ട് അവൻ എൻഗേജ്ഡ് ആവും, അവനും ബോറടിക്കത്തില്ല, എനിക്കും കുറേ ഷോപ്പിങ്ങിനും കുറേ കാര്യങ്ങളൊക്കെ നോക്കാനും ടൈം കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ വീടിന് അടുത്തുള്ള ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയുടെ ഐക്യയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കയറി ചെന്നപ്പം തന്നെ കുറേ പുതിയ ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറേ എല്ലാം ന്യൂ എന്നും പറഞ്ഞ് എഴുതി വെച്ച് കുറേ ഐറ്റംസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനിലുള്ള ഒരു ടീ കപ്പ്, ടീ ജാറോ എന്നൊക്കെ പറയാം. 59 dirhams ആണ് ഇതിന് വരുന്നത്. വൈറ്റ് ആണ്, പക്ഷെ നല്ലൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. അതിൻ്റെ തന്നെ ചെറിയ ബൗളും അതുപോലെ തന്നെ പ്ലേറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ബോക്സ് വിത്ത് ലിഡ് എന്നും പറഞ്ഞ് കുറച്ച് കുക്കീസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിട്ട്. എനിക്ക് പിന്നെ ഈ വുഡൻ്റെ അങ്ങനെ ബാമ്പൂൻ്റെ അങ്ങനെയൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെത് തന്നെ സെയിം ആണ് ഈ പ്ലേറ്റ്സ് വരുന്നത്. ആ പ്ലേറ്റ്സ് തന്നെ ചെറുതും ഉണ്ട്, അതിൻ്റെ വലുതും ഉണ്ട്, പിന്നെ ബൗള് ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയ പ്ലേറ്റ് വരുന്നത് 15 dirhams ആണ്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ അതിൻ്റെ ചുറ്റും വരുന്നത്. അതിൻ്റെ കുറച്ചും കൂടെ ഞാൻ നേരത്തെ കാണിച്ചത് കുറച്ചും കൂടെ ചെറിയ ബൗളായിരുന്നു. അതിനേക്കാൾ കുറച്ചും കൂടെ വലിയ ബൗളാണ് കേട്ടോ ഇത് ചെറുതും താഴെ ഇരിക്കുന്ന വലുതുമാണ്. നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇതൊക്കെ അവരുടെ പുതിയ ന്യൂ ഐറ്റംസിൽ ഇൻക്ലൂഡഡ് ആണ്. 39 dirhams ആണ് ഇതിന് വരുന്നത്. ന്യൂ ഐറ്റംസ് മാത്രമല്ല കേട്ടോ, വേറെയും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ സെറ്റാക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ബ്ലാക്ക് ഞാനെങ്കിൽ ടീയും അതുപോലെ തന്നെ ഷുഗറും ഇട്ട് വെക്കാൻ എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും. ആൻഡ് ഈ കിച്ചൻ്റെ സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ഐക്യയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കിച്ചണും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ജസ്റ്റ് നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് കണ്ടുകൊണ്ട് പോകാൻ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഈ ഒരു സ്റ്റാൻഡ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹാളിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്ന ഇങ്ങനെ ക്രോക്കറി ഐറ്റംസ് അല്ലാതെ കുറേ ചെടികളും അതുപോലെ തന്നെ കുറച്ച് ഷോ പീസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 145 dirhams ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെൽഫാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കിച്ചൺ സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഈ കാസ്റ്റൈൻ്റെ കുക്കിംഗ് പോട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ ഷേപ്പും അതുപോലെ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാലും, കൗണ്ടർ ടോപ്പല്ല, ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ മുകളിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ. ബട്ട് ഇങ്ങനെ ഡിസ്പ്ലേ പീസിൽ തന്നെ ഇങ്ങനെ ഇടയ്ക്ക് സ്ക്രാച്ചും അതുപോലെയൊക്കെ കാണാം. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ അറിയാമല്ലോ നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ. ഇതൊക്കെ പുതിയ വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു ബ്ലൂ കളർ, ഉള്ളിൽ സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. ബട്ട് എനിക്ക് എപ്പോഴും വീട്ടിലേക്ക് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഇങ്ങനെ ബ്രൗൺ കളർ ഇല്ലെങ്കിൽ ബാമ്പൂൻ്റെത് അങ്ങനെയൊക്കെ വാങ്ങിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോഴാണ് ഞാൻ കൂടുതൽ നോക്കുന്നതും. ആ ഒരു ബോഹോ തീമിലുള്ള ഒരു ലിവിങ് റൂമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഈ ചെയറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ആൻഡ് ഓൾസോ ഈ എന്താ പറയുക ലൈറ്റിങ്സും നല്ലൊരു ഭംഗിയുള്ളൊരു ലിവിങ് റൂമാണിത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണതല്ലോ ബോഹോ തീമിൻ്റെ രീതിയിൽ റൂം സെറ്റ് ചെയ്യുന്നതുമൊക്കെ. ഇതുപോലെയൊക്കെ വാൾ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഇതിനത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല. ജസ്റ്റ് നമ്മളുടെ ഇതുപോലത്തെ ചെറിയ മാറ്റ്സ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് വാളിൽ പ്ലേസ് ചെയ്താൽ മതി. കിച്ചണിലോട്ടൊക്കെ എക്സ്ട്രാ ഷെൽഫ് വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ചെക്ക് ഔട്ട് ചെയ്യുക. ഇത് 295 ദിറംസാണ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് പുതിയൊരു ഐറ്റമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കിതുപോലത്തെ ഈ ബാസ്ക്കറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. 69 ദിറംസാണ് വരുന്നത്. കുറേ ഇതുപോലത്തെ ഇവിടുത്തെ ഐക്കയിലെ കുറച്ച് ബാസ്ക്കറ്റ്സ് ഒക്കെ നേരത്തെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുതിയതല്ല. പിന്നെ എനിക്ക് ഇതുപോലത്തെ ക്രോക്കറി ഷെൽഫൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഷെൽഫും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഈ സെയിം സാധനം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. 75 ദിറംസാണ് വരുന്നത്. ഇവർ സെർവിങ് ട്രേ എന്ന് പറഞ്ഞാണ് ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. പക്ഷേ ഞാനിത് കൗണ്ടർ ടോപ്പിൽ ജസ്റ്റ് സ്പൈസസ് ഒക്കെ വെക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ചിലവരൊക്കെ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ, ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് പുതിയൊരു ഐറ്റമാണ്. ഇതിൻ്റെ ബ്ലാക്കും അതുപോലെ ട്രാൻസ്പെറൻറ്റും ഉണ്ട്. ഇതിപ്പം പുതിയൊരു ഷെയ്ഡ് വന്നിരിക്കുന്നതാണ്. 7.95 ദിറംസാണ്. അതിൻ്റെ തന്നെ ബ്ലാക്കും അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റും അതൊക്കെ നേരത്തെ ഉള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ്, ഇതിൻ്റെ പിങ്ക് പുതിയ ഐറ്റമാണ്. നേരത്തെ എൻ്റെ കയ്യിലുണ്ട് ഈ സെയിം ഫ്രൂട്ട് ബാസ്ക്കറ്റ്, ബ്ലാക്ക് കളറ്. ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. 25 ദിറംസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ യെല്ലോയും പുതിയ ഐറ്റമാണ് കേട്ടോ. യെല്ലോയും പിന്നെ പിങ്കും ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഗ്രേയും പിന്നെ ബ്ലാക്കും വൈറ്റും ഗ്രീനും നേരത്തെ ഉള്ള ഷെയ്ഡ്സാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളേഴ്സ് ഇല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ചെക്ക് ചെയ്യുക. ഈ കിച്ചണിലേക്ക് ഈ സ്റ്റോറേജ് ഒക്കെ കുറവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഷെൽഫും കാര്യങ്ങളും ഒക്കെ മേടിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. ജസ്റ്റ് 89 ദിറംസേ വരുന്നുള്ളൂ. ഇത് പുതിയൊരു കളറിലാണ്. നേരത്തെ ഉള്ളതാണ് ഈ വൈറ്റ് കളറും ഒക്കെ. ഇപ്പം വന്നതാണ് ഈ ബ്ലൂ കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്ലൂ കളർ. ആൻഡ് ഓൾസോ ഈ യെല്ലോ കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ജസ്റ്റ് 89 ദിറംസാണ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ള സാധനമാണ്. ആൻഡ് അതിൻ്റെ ചെറുതാണ് ഈ ഒരു ബ്ലാക്കും വൈറ്റും വരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു സ്ക്വയർ ടൈപ്പിൻ്റെ വരുന്നത് 75 ദിറംസാണ്. അതിനകത്ത് യെല്ലോ ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഓർക്കിഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെച്ചാൽ നല്ലൊരു ഭംഗിയായിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ നാളൊന്നും നിൽക്കത്തില്ല. ജസ്റ്റ് ഒരു 2 to 3 months മാക്സിമം നിൽക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോവും. എന്നിട്ട് ഫ്ലവേഴ്സൊക്കെ പോയെങ്കിലും ഞാനെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കാണ് ലീവ്സ് എല്ലാം കൊഴിഞ്ഞു പോയത്. പിന്നെ അത് ഞാൻ കളഞ്ഞു. പിന്നെ കിച്ചണിലേക്കുള്ള കുറേ പുതിയ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഏപ്രൺ ഒക്കെ പുതിയതാണിത്. ഇതിന് വരുന്ന റേറ്റ് 35 ദിറംസോ അങ്ങനാണ്ടാണ്. ഈ 3 ഫുഡ് കണ്ടെയ്നേഴ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. 3 എണ്ണത്തിനും കൂടെ 15.95 ആണ് വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഓഫീസിലൊക്കെ എന്തെങ്കിലും കറിയൊക്കെ കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ്. ആൻഡ് ഓൾസോ ഈ പാൻ ഇപ്പം 25 ദിറംസാണ്. ഫാമിലി ഐക്യ മെമ്പർ ആണെങ്കിൽ 25 ദിറംസിന് നിങ്ങൾക്ക് കിട്ടും. ഈ ദോശയൊക്കെ ചുടാനും ഒക്കെ. പാനിലൊക്കെ കുറേ പുതിയ ഐറ്റംസ്, പുതിയ പാൻസ് വന്നിട്ടുണ്ട്. കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ന്യൂ എന്ന് പറഞ്ഞ് കുറേ നല്ല ഡിഫറെൻറ്റ് ഷേപ്സിലും സൈസസിലും ഒക്കെ കുറേ പാൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയ പാനാണ്.
ഞാൻ പറഞ്ഞില്ലേ ടീയും ഷുഗറും ഒക്കെ ഞാൻ ഇട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. ഇതിന് 29 ദിർഹംസാണ്. അതുപോലെ ഇതും എൻ്റെ കയ്യിലുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ ഈ വെജിറ്റബിൾസിനകത്തും ഫ്രൂട്ട്സിനകത്തും സലാഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള വാട്ടറൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതൊരു ഗ്ലാസിൻ്റെ സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ. ഇതൊരു പുതിയ ഐറ്റമാണ്. 12 ദിർഹംസാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ഡിഫറെൻറ്റ് കളറിലൊക്കെ. മറ്റേത് ഇവിടെ എപ്പോഴും ഉള്ളത് വൈറ്റും ഒക്കെയാണ്. ഈ ഒരു കളർ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. ഇത് പുതിയതൊന്നുമല്ല കേട്ടോ. ഐക്യം വരുന്നവർക്ക് അറിയായിരിക്കും. ഇത് കുറേ നാളായിട്ട് ഇവിടെ ഉള്ളതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ. ഇത് പുതിയൊരു ഐറ്റമാണ്. 19 ദിർഹംസാണ് വരുന്നത്. പിന്നെ ഈ ഒരു 3 ജാറിന് വരുന്നത് 9 ദിർഹംസാണ്. ഇതിൻ്റെ സെയിം ബ്ലാക്ക് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് പ്ലേറ്റ്സൊക്കെ കുറച്ച് 2-3 കളക്ഷൻസൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ കളേഴ്സൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ഓക്കെ. പിന്നെ ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, അറിയില്ല. അപ്പം എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഈ ഒരു സാധനം, ഈ ഒരു ജാർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതിനകത്ത് ജസ്റ്റ് ഞാൻ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. ഇതിന് 69 ദിർഹംസാണ് വരുന്നത്. ഇതൊക്കെ ത്രോ ബ്ലാങ്കറ്റ്സ് ആണ്. പുതിയതായിട്ട് വന്ന കളക്ഷൻസ് ആണ്. ഈ ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു ഓറഞ്ച് കളറും ഒക്കെ. അതുപോലെ തന്നെ പില്ലോ കേസസ്, ഡുവറ്റ് കവേഴ്സ് ഒക്കെ കുറേ കളക്ഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലോറൽ പ്രിൻസും അതുപോലെ തന്നെ പ്ലെയിൻ കളേഴ്സ് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് പ്രൈസൊക്കെ വരുന്നത് 79 ദിർഹംസ് ഒക്കെയാണ്. 129 ദിർഹംസ്, 79 ദിർഹംസ്. അതുപോലെ തന്നെ പില്ലോ കേസസ് ഒക്കെ കുറേ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. റഗ്ഗിലും കാർപ്പറ്റ്സിലും ഒക്കെ കുറേ കളക്ഷൻസ്. ഇതൊരു പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ. കളക്ഷനാണ്. ഒരു പച്ച കളറ്, 199 ദിർഹംസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് കേട്ടോ. ഈ ഒരു സെയിം സാധനം എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു സെയിം ബാസ്ക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ പുതിയ കളക്ഷൻസ് ആണ്. ഈ ഒരു എന്താ പറയുക, പിങ്ക് കളറൊക്കെ വരുന്നത് ഇത് പുതിയ കളക്ഷൻ ബാസ്ക്കറ്റാണ്. കുറേ ബാമ്പൂൻ്റെയും ഒക്കെ കുറേ പുതിയ കളക്ഷൻസ് അവർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്സിൽ, ലാമ്പിൽ ഒക്കെ പുതിയ കളക്ഷൻസ്. ഇതൊക്കെ പുതിയ കളക്ഷൻസ്. 179 ദിർഹംസ് വരുന്നതാണ്. അതുപോലെ തന്നെ ബാത്റൂം റഗ്ഗിൽ വന്നതാണ് ഈ ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ ആ പൂവിൻ്റെ ഡിസൈനൊക്കെ ഉള്ളത്. ഈ വാളിൽ കൊടുക്കുന്ന ഈ സ്റ്റാൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പുതിയൊരു കളക്ഷനാണ്. 55 ദിർഹംസ്. ഇതിനകത്ത് നമുക്ക് പ്ലാന്റ്സ് വെക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഷോ പീസ് വെക്കാം. നല്ല ഭംഗിയായിരിക്കും. എനിക്ക് ഐക്യയിൽ കൂടുതൽ സാധനങ്ങൾ ഞാൻ തപ്പി നോക്കുന്നതുമൊക്കെ ഇവരുടെ ഈ വാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സ് നോക്കാൻ ഇഷ്ടമാണ്. പിന്നെ ക്യാൻഡിൽസ് ഇഷ്ടമാണ്. അത് ഇവർക്ക് കുറേ വാസുണ്ട്. ഇത് പുതിയൊരു കളക്ഷനാണ്. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരുന്നു. പിന്നെ ഈ വരുന്ന ഈ ഗ്രേ കളർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാനൊരു പ്ലാന്റ് വാട്ടറിൽ ഇട്ടിട്ട് വാട്ടർ നിറച്ചിട്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. 39 ദിർഹംസാണ് വരുന്നത്. പിന്നെ അതുപോലെ കുറേ ഉണ്ട്. ഈ യെല്ലോ പുതിയ കളക്ഷനാണ്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. 59 ദിർഹംസാണ് അതിന് വരുന്നത്.
പിന്നെ കുറേ പ്ലാൻ കളക്ഷൻസ് ഉണ്ട്. ഇവിടുന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഞാൻ ഇവിടുന്ന് ഇടയ്ക്കൊക്കെ പ്ലാൻസ് വാങ്ങിക്കാറുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും വരുമ്പോഴത്തേക്ക് ഓരോ പ്ലാൻസ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. ഇതിനൊക്കെ ജസ്റ്റ് 12 dirhams ഉള്ളൂ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ. പിന്നെ ഇത് കുറേ നാളൊന്നും നിൽക്കത്തില്ല. 12 dirhams കൊടുത്താൽ എന്നാലും നിങ്ങൾക്ക് ഒരു 3 months ഒക്കെ വെക്കാൻ പറ്റും. ഞാനിതുപോലെ ഈ സെയിം പ്ലാന്റ് വാങ്ങി ഒരു 2 months 3 months ഒക്കെ അത് പോയിട്ടുണ്ട്. അതുവരെയൊക്കെ നമുക്ക് പിന്നെ അതങ്ങ് ചീത്തയായി പോകും, പിന്നെ അതെടുത്ത് കളയാനേ പറ്റൂ. പിന്നെ ഇതൊക്കെ ഫിഗാണ് വരുന്നത് 25 dirhams, അതിൻ്റെ ചെറുതിന് വരുന്നത് 12 dirhams. അതുപോലെ തന്നെ റബ്ബർ പ്ലാന്റ് ഒക്കെ വരുന്നത് 12 dirhams. ചെറിയതൊക്കെ വരുന്നത് 12 dirhams ആണ് കേട്ടോ. മണി പ്ലാന്റ് ചെറുതിന് വരുന്നത് 12 dirhams. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആസീസിൽ പോയി. ആസീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഐക്യയിലുള്ള ഡിസ്പ്ലേ പീസുകൾ നമുക്ക് വില കുറവിൽ അവിടെ കൗണ്ടറിൻ്റെ സൈഡിൽ ഒരു ഏരിയ ഉണ്ട്, ആസീസ് എന്നും പറഞ്ഞ്, അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇവിടുന്ന് കുറേ സാധനങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ആസീസിനേക്കാൾ അബുദാബിയിലുള്ള ആസീസ് ഐക്യയിലുള്ള ആസീസ് ഭയങ്കരമായിട്ട് കുറേ കളക്ഷൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ അബുദാബിയിൽ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ കിട്ടാറുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ വലിയ കളക്ഷൻസ് ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഐക്യയുടെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.